ചേറിൽ കുളിച്ച പോലെ ശരീരം മുഴുവൻ പൊടിയും ചെളിയും പുരണ്ട് അമ്മയുടെ ശാസനാസ്വരത്തിലുള്ള വിളി കേട്ട് ഓടി വരികയാണ് ഉണ്ണിക്കണ്ണൻ. ഗോപികമാരുടെ സമ്പാദ്യമായ തൈരും വെണ്ണയും നിറഞ്ഞ കുടങ്ങൾ ഉടച്ച് അവരെ കഷ്ടത്തിലാക്കിയതിൻ്റെ വിഷമങ്ങൾ യശോദാമാതാവിനോട് ഗോപസ്ത്രീകൾ പറഞ്ഞിരുന്നു. അത് കേട്ട അമ്മ വടിയുമെടുത്താണ് കണ്ണനെ വിളിക്കുന്നത്. അമ്മയുടെ ദേഷ്യം കണ്ട് ഉണ്ണിക്കണ്ണൻ്റെ ഓമന ചുണ്ടുകൾ പേടിയും സങ്കടം കൊണ്ടും വിതുമ്പി. മിഴികളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണീർ കണ്ണൻ്റെ പാദങ്ങളെ നനച്ച് മണ്ണിലിറങ്ങി. പേടിയോടെ ഓടിച്ചെന്ന കണ്ണനുണ്ണി അമ്മയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു വാവിട്ട് കരഞ്ഞു. യശോദാമാതാവിൻ്റെ പാദങ്ങളിലും ഏതാനും മിഴിനീർ കണങ്ങൾ കരഞ്ഞുകൊണ്ട് പതിച്ചു. ഇരു കൈകളിലുമായി ആ അമ്മ കണ്ണനെ വാരിയെടുത്ത് മാറോടണച്ച് കണ്ണൻ്റെ കുഞ്ഞു ശരീരത്തെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. കുഞ്ഞു കണ്ണൻ്റെ ഉമ്മകൾ ആ മാതാവിൻ്റെ മുഖവും ഹൃദയവും നിറച്ചു. കുഞ്ഞിനെ ആ അമ്മ നന്നായി കുളിപ്പിച്ച് പുതിയ മഞ്ഞപ്പട്ടും ഉടുപ്പിച്ച് വയർ നിറച്ച് തൈരും വെണ്ണയും നൽകി മടിയിൽ കിടത്തി ഉറക്കി. സുന്ദരമായ ആ കുഞ്ഞു മുഖത്തേക്ക് യശോദാമാതാവ് നോക്കിക്കൊണ്ടിരുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടുറങ്ങിയപ്പോൾ ഞാൻ കണ്ട സ്വപ്നമാണ് ഇവിടെ പറഞ്ഞത്. ഈ വീഡിയോയിൽ ഇനി പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്ന നിങ്ങൾ ഓരോരുത്തരും ഉണ്ണിക്കണ്ണനെ പോലുള്ള കുഞ്ഞുങ്ങളും യശോദാമാതാവ് ജഗദംബികയായിട്ടുള്ള ലളിതാപരമേശ്വരിയുമാണെങ്കിലും സാക്ഷാൽ ജഗദീശ്വരിയായ അമ്മയും ഇതുപോലെ നമ്മെ ചേർത്ത് പിടിക്കും. ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം നൽകും. നമ്മുടെ കണ്ണീർ തുടച്ച് മാറോട് ചേർത്ത് പരമമായിട്ടുള്ള ആനന്ദത്തിൽ എത്തിക്കുകയും ചെയ്യും. കാരണം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹോഷ്മളമായിട്ടുള്ള ഭാവമാണ്, ആത്മാർത്ഥമായ സ്നേഹമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതിൽ നിന്നും ഉളവാകുന്ന പരമമായ ആനന്ദമാണ് ഇന്നത്തെ മന്ത്രങ്ങളുടെ ഗുണവും ഫലവും എല്ലാം. ഉണ്ണിക്കണ്ണൻ്റെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ മിഴിനീർ കണങ്ങൾ യശോദാമാതാവിൻ്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞതുപോലെ നമ്മുടെ സ്നേഹവും അമ്മയുടെ ആ ഹൃദയത്തെ ദ്രവിപ്പിച്ച് സ്നേഹത്തിൻ്റെ ജലമാക്കി മാറ്റി അത് നമ്മുടെ ആത്മാവിനെ, ഹൃദയത്തെ അഭിഷേകം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നാം ജപിക്കുന്ന മന്ത്രങ്ങൾക്കെല്ലാം, നമ്മുടെ ഭക്തിക്കെല്ലാം ഫലം ഉണ്ടാകുന്നത്. അപ്രകാരമുള്ള ഒരു അവസ്ഥ ഈ മന്ത്രങ്ങൾ കൊണ്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീവിദ്യാ മന്ത്രത്തിലെ 6ാമത്തെ അക്ഷരമായിട്ടുള്ള ഹ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 20 നാമങ്ങൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആദ്യ കമൻ്റായിട്ട് ഇവിടെ നൽകുന്നുണ്ട്. 7ാമത്തെ അക്ഷരമാണ് സ. സ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 20 നാമങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ. ഓം ഐം ഹ്രീം ശ്രീം ലളിതാംബികായൈ നമഃ. ഓം സകാരരൂപായൈ നമഃ. ഓം സർവജ്ഞായൈ നമഃ. ഓം സർവേശ്യൈ നമഃ. ഓം സർവമംഗളായൈ നമഃ. ഓം സർവകർത്രൈ നമഃ. ഓം സർവഭർത്രൈ നമഃ. ഓം സർവഹന്ത്രൈ നമഃ. ഓം സനാതനായൈ നമഃ. ഓം സർവാനവദ്യായൈ നമഃ. ഓം സർവാംഗസുന്ദര്यै നമഃ. ഓം സർവസാക്ഷിണ്यै നമഃ. ഓം സർവാത്മികായൈ നമഃ. ഓം സർവസൗഖ്യദാത്ര്यै നമഃ. ഓം സർവവിമോഹിന്यै നമഃ. ഓം സർവാധാരായൈ നമഃ. ഓം സർവഗതായൈ നമഃ. ഓം സർവാവഗുണവർജിതായൈ നമഃ. ഓം സർവാരുണായൈ നമഃ. ഓം സർവമാത്രേ നമഃ. ഓം സർവഭൂഷണഭൂഷിതായൈ നമഃ. ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ 7ാമത്തെ അക്ഷരമായ സ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന
20 നാമമന്ത്രങ്ങളാണ് ഇവ. ആദ്യത്തെ നാമമാണ് സകാരരൂപ, അതായത് 121 നാമം. പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ സായിൽ തുടങ്ങുന്ന ആദ്യത്തെ നാമം സകാരരൂപ. പഞ്ചദശാക്ഷരിയായിട്ടുള്ള ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ 7ാമത്തെ അക്ഷരമായ സ സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. സ എന്ന അക്ഷരത്തിന് വിഷ്ണു എന്നും ശിവൻ എന്നും അർത്ഥം വരുന്നുണ്ട്. സ്ത്രീലിംഗത്തിൽ മഹാലക്ഷ്മിയെയും ഗൗരിയെയും കുറിക്കുമ്പോൾ നപുംസകലിംഗത്തിൽ ജ്ഞാനമെന്നും ധ്യാനം എന്നും അർത്ഥം വരുന്നു. സംഗീതത്തിൽ അത് ഷഡ്ജമായി മാറുന്നു. അതുകൊണ്ട് ഇപ്രകാരമാണ് വ്യാഖ്യാനം വരുന്നത്: വിഷ്ണുരൂപിണി, ശിവന്റെ രൂപത്തിൽ വർത്തിക്കുന്നവൾ, മഹാലക്ഷ്മിയായിട്ടും ഗൗരിയായിട്ടും രൂപം പൂണ്ടവൾ, ജ്ഞാനമായും ധ്യാനമായും വർത്തിക്കുന്നവൾ, സംഗീത കലാദേവതയായിട്ടുള്ള സരസ്വതി മാതാവിൻ്റെ രൂപം ധരിച്ചവൾ എന്നാണ് വ്യാഖ്യാനം. ഓം സകാരരൂപായൈ നമഃ. അടുത്ത മന്ത്രം സർവജ്ഞ, 122. എല്ലാം അറിയുന്നവൾ. എല്ലാ അറിവും അമ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പണ്ഡിതന്മാർ അമ്മ അനാവരണം ചെയ്യുന്നിടത്തോളം മാത്രമാണ് അറിയുന്നത്. എല്ലാം അറിയുന്നവളായി അമ്മ മാത്രമാണുള്ളത്. ഓരോ പ്രാണിയുടെയും ശുഭവും അശുഭവുമായിട്ടുള്ള കർമ്മങ്ങൾ അറിഞ്ഞ് അവയ്ക്ക് യോജിച്ച ഫലം നൽകുന്നവൾ എന്ന് അർത്ഥം. ഓം സർവജ്ഞായൈ നമഃ. അടുത്ത മന്ത്രമാണ് സർവേശി. എല്ലാത്തിനും ഈശ്വരിയായിട്ടുള്ളവൾ. പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം അമ്മയുടെ ഉന്മേഷ നിമേഷങ്ങൾക്ക് അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ജീവികളും പ്രതിഭാസങ്ങളുമെല്ലാം പ്രപഞ്ചത്തിൻ്റെ ജനനിയായിട്ടുള്ള അമ്മയുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അമ്മയ്ക്കതീതമായിട്ട് വേറെ ഒരു ശക്തിയും ഇല്ല. അതുകൊണ്ട് സർവേശി എന്ന് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സർവലോകേശി, സർവേശി എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ വർണ്ണിക്കുന്നുമുണ്ട്. ഓം സർവേശ്യൈ നമഃ. അടുത്ത മന്ത്രമാണ് സർവമംഗള, 124 മന്ത്രം. എല്ലാ മംഗളങ്ങളും നൽകുന്നവൾ എന്നാണ് അർത്ഥം. എല്ലാ മംഗളങ്ങളും രൂപം പൂണ്ടവൾ എന്നും അർത്ഥമുണ്ട്. എല്ലാവരും അഭിലഷിക്കുന്ന മംഗളങ്ങളെയും ശുഭങ്ങളെയും ആഗ്രഹങ്ങളെയും നൽകുന്നതിനാലും ശോഭനങ്ങളും ശ്രേഷ്ഠങ്ങളുമായവ നൽകുന്നതിനാലും ഭക്തന്മാരുടെ ആർത്തിയെ നശിപ്പിക്കുന്നതുകൊണ്ടും അമ്മ സർവമംഗളയാണ് എന്ന് ദേവീപുരാണത്തിൽ പറയുന്നു. എല്ലാവർക്കും മംഗളം നൽകുന്നവളും എല്ലാ മംഗളങ്ങളും നൽകുന്നവളും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളങ്ങളെയും മംഗളങ്ങളാക്കി തീർക്കുന്നവളും സർവാർത്ഥങ്ങളെയും സാധിക്കുന്നവളും ശരണ്യയും 3 കണ്ണുകളുള്ളവളും ശിവയുമായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം എന്ന ദേവീ മഹാത്മ്യത്തിലെ മന്ത്രഭൂതമായിട്ടുള്ള ഈ ശ്ലോകം പ്രസിദ്ധമാണല്ലോ. ലളിതാ സഹസ്രനാമത്തിലും ഈ നാമം കാണാവുന്നതാണ്. ഓം സർവമംഗളായൈ നമഃ. അടുത്ത മന്ത്രമാണ് സർവകർത്രേ, എല്ലാം ചെയ്യുന്നവൾ എന്നർത്ഥം. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടി ചെയ്യുകയും ശ്രീ മഹാവിഷ്ണു പരിപാലിക്കുകയും ചെയ്യുന്നു. രുദ്രൻ പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു. സദാശിവൻ അമ്മയുടെ പുരികക്കൊടികളുടെ അല്പചലന രൂപമായിട്ടുള്ള ആജ്ഞ അനുസരിച്ചുകൊണ്ട് സൃഷ്ടികർമ്മത്തിൻ്റെ ആവർത്തനത്തിന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സൗന്ദര്യ ലഹരിയുടെ 124 ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ ഇപ്രകാരമാണ് പറയുന്നത്: ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും അമ്മയുടെ ആജ്ഞ അനുസരിച്ചാണ് നടക്കുന്നത്. ഈ കർമ്മങ്ങളൊക്കെ നടത്തുന്ന ശക്തികൾ അമ്മയുടെ രൂപഭേദങ്ങളുമാണ്. അമ്മ സ്വയം ഒന്നും ചെയ്യുന്നില്ല എങ്കിലും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ദേവി തന്നെയാകുന്നു. സൃഷ്ടികർत्री, ബ്രഹ്മരൂപ, ഗോവിന്ദരൂപിണി, ഗോപ്ത്രി, സംഹാരിണി, രുദ്രരൂപ, തിരോധാനകരി, ഈശ്വരി, സദാശിവ, അനുഗ്രഹദ, പഞ്ചകൃത്യപരായണ എന്നീ നാമമന്ത്രപുഷ്പങ്ങൾ കൊണ്ട് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ ഇതേ ആശയം തന്നെയാണ് നമ്മോട് പറയുന്നത്. ഓം സർവകർത്രേ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവഭർത്തൃ എന്നത് 126 നാമം. ലളിതാ ത്രിശതിയിലെ 126 നാമം.
എല്ലാത്തിനെയും ഭരിക്കുന്നവൾ. ആദ്യ നാമത്തിൽ എല്ലാം ചെയ്യുന്നവളായിട്ട് ദേവിയെ സ്തുതിച്ചിട്ടുണ്ട്. ഈ നാമത്തിൽ ഭരിക്കുന്നവളായിട്ടാണ് പറയുന്നത്. മുൻ നാമത്തിൻ്റെ വ്യാഖ്യാനം ഈ ആശയവും ഉൾക്കൊള്ളുന്നുണ്ട്. ഗോത്രി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വാഗ്ദേവതകൾ പറയുന്നു. ഓം സർവഭർത്രേ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവഹന്ത്രി എന്നത് 127-ാമത്തെ ലളിതാ ത്രിശതിയിലെ നാമം. എല്ലാത്തിനെയും സംഹരിക്കുന്നവൾ. രുദ്രന്റെ രൂപത്തിൽ എല്ലാത്തിനെയും തന്നിൽ ലയിപ്പിക്കുന്നവൾ. ഈ 3 നാമങ്ങൾ കൊണ്ട് രജോ ഗുണപ്രധാനമായിട്ടുള്ള ഈശ്വരൻ്റെയും സത്വഗുണപ്രധാനായിട്ടുള്ള ഈശ്വരൻ്റെയും തമോ ഗുണപ്രധാനായിട്ടുള്ള ഈശ്വരൻ്റെയും രൂപത്തിൽ അമ്മ പ്രവർത്തിക്കുന്നു എന്ന് ലളിതാ ത്രിശതിയിൽ പറയുന്നു. ഓം സർവഹന്ത്രേ നമഃ. അടുത്ത നാമമന്ത്രമാണ് സനാതനി എന്നത്. നിത്യ സർവഗതസ്ഥാണുരചലോയം സനാതന എന്ന ഗീതാവാക്യമാണ് ഈ നാമമന്ത്രം ഉൾക്കൊള്ളുന്നത്. അതായത് ശാശ്വതമായിട്ടും സ്ഥിരമായിട്ടും ഉള്ളതാണല്ലോ സനാതനം. സനാതനയായിട്ടുള്ളവൾ സനാതനി, എന്നും ഉണ്ടായിരുന്നവൾ, എന്നും ഉണ്ടായിരിക്കുന്നവൾ, ഉൽപ്പത്തിയും നാശവും ഇല്ലാത്തവൾ, പരബ്രഹ്മസ്വരൂപിണി എന്ന് അർത്ഥം. ഓം സനാതന്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവാനവദ്യ, 129-ാമത്തെ മന്ത്രം. എല്ലാം അനവദ്യമായിട്ടുള്ളവൾ, ഒരു ന്യൂനതയും ഒരു കാര്യത്തിലും ഇല്ലാത്തവൾ, സർവാംഗസുന്ദരി, കർമ്മങ്ങളിലും ശക്തിയിലും കുറ്റം പറയാവുന്നതായിട്ട് ഒന്നും ഇല്ലാത്തവൾ, സ്വയം പൂർണ്ണയായിട്ടുള്ളവൾ എന്നർത്ഥം. അനവദ്യാംഗി എന്ന ഒരു നാമമന്ത്ര പുഷ്പമാണ് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ ഇതേ ആശയം കൊണ്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഓം സർവാനവദ്യായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവാംഗസുന്ദരി, 130-ാമത്തെ ലളിതാ ത്രിശതിയിലെ നാമമന്ത്ര പുഷ്പം. എല്ലാ അംഗസൗന്ദര്യവും പൂർണ്ണമായിട്ടുള്ളവൾ, സാമുദ്രിക ശാസ്ത്രം വിവരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളോടും കൂടിയവൾ, സർവാംഗസുന്ദരി. എല്ലാ ജീവികൾക്കും സൗന്ദര്യമുണ്ട്. ജീവികളുടെ അംഗങ്ങളിൽ സൗന്ദര്യമായി കാണുന്നത് പരബ്രഹ്മസ്വരൂപിണിയായ ജഗദംബികാദേവിയുടെ അമ്മയുടെ ചൈതന്യം തന്നെയാണ്. സർവജീവികളുടെയും അംഗങ്ങളിൽ സൗന്ദര്യമായിട്ട് വർത്തിക്കുന്നവൾ. മഹാലാവണ്യശേവധി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ ലളിതാംബിക പരമേശ്വരിയെ സ്തുതിക്കുന്നുണ്ട്. ഓം സർവാംഗസുന്ദര്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവസാക്ഷിണി, 131-ാമത്തെ ലളിതാ ത്രിശതിയിലെ നാമമന്ത്രപുഷ്പം. എല്ലാത്തിനും സാക്ഷിയായവൾ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ അതിലുണ്ടാകുന്ന എല്ലാം കാണുന്നവളായിട്ടുള്ള ദേവി. മഹാപ്രളയകാലത്ത് ശ്രീ മഹാദേവൻ നടത്തുന്ന സംഹാര താണ്ഡവത്തിലും ദേവി തന്നെയാണ് സാക്ഷിയായിത്തീരുന്നത്. പ്രപഞ്ചത്തിലുണ്ടാകുന്ന ചരവും അചരവുമായിട്ടുള്ള എല്ലാത്തിലും അമ്മയുടെ ചൈതന്യം പ്രവർത്തിക്കുന്നതുകൊണ്ട് ഓരോ ജീവിയുടെയും ചിന്തയും വ്യാപാരവുമെല്ലാം അമ്മ അറിയുന്നുണ്ട്. പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള അമ്മ നിരാകാരയും നിർഗുണയുമാണ്. അമ്മയിൽ നിന്നും ഉദ്ഭവിച്ച സത്വം, രജസ്, തമസ് എന്നീ ഗുണപ്രധാനങ്ങളായിട്ടുള്ള മൂർത്തികളുടെ സൃഷ്ടി തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളുടെ ലീലകൾ കണ്ട് രസിക്കുന്ന അമ്മയെപ്പോലെ അമ്മ വാത്സല്യത്തോടുകൂടി നോക്കി രസിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ അത്യാവശ്യം വരുമ്പോൾ മാത്രം അമ്മ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മഹേശ്വര, മഹാകൽപ്പ, മഹാതാണ്ഡവ സാക്ഷിണി, വിശ്വസാക്ഷിണി, സാക്ഷിവർജിത, മഹാപ്രളയസാക്ഷിണി തുടങ്ങിയ പല നാമങ്ങൾ കൊണ്ടും ലളിതാ സഹസ്രനാമത്തിൽ ഇതേ ആശയത്തോടുകൂടി വശിന്യാദി വാഗ്ദേവതകൾ പ്രയോഗിച്ചിരിക്കുന്നു. ഓം സർവസാക്ഷിണ്യൈ നമഃ. അടുത്ത നാമമന്ത്രം നോക്കാം. സർവാത്മിക, 132-ാമത്തെ ലളിതാ ത്രിശതിയിലെ നാമം. എല്ലാത്തിനും ആത്മാവായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം. ജീവചൈതന്യമായിട്ട് ഓരോ ജീവിയിലും പരമാത്മചൈതന്യമായിട്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതും ആയിട്ടുള്ള പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള പരാശക്തി തന്നെയാണ്. അതുകൊണ്ട് സർവാത്മിക എന്ന് നാമം വരുന്നു. ഓം സർവാത്മികായൈ നമഃ. സർവസ്ഥ ജീവജാലങ്ങളിൽ ആത്മസ്വരൂപേണ വാഴുന്നവൾ. അടുത്ത നാമമന്ത്രമാണ് സർവസൗഖ്യദാത്രി,
133 നാമമന്ത്രം. എല്ലാ സൗഖ്യങ്ങളും നൽകുന്നവൾ, എല്ലാവർക്കും സൗഖ്യം നൽകുന്നവൾ. സുഖിയുടെ അനുഭവം എന്താണ്? സൗഖ്യം, പ്രിയം, മോദം, പ്രമോദം, ആനന്ദം. ഇവയൊക്കെ സുഖത്തിൻ്റെ പലതരം ഭാവങ്ങളാണ്. ഇഷ്ടപ്പെട്ടതിനെ കാണുക, കേൾക്കുക, തൊട്ടുനോക്കുക, ഭക്ഷിക്കുക, മണത്തു നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭൂതി, ഇന്ദ്രിയ വിഷയമായിട്ടുള്ള ആ അനുഭൂതി ആണ് സുഖമായിട്ട് പറയപ്പെടുന്നത്. ഇപ്രകാരം ഇഷ്ടപ്പെട്ട ഉള്ള വസ്തു, അതായത് ഇങ്ങനെയൊക്കെ മണപ്പിച്ച് നോക്കിയിട്ടോ കണ്ടിട്ടോ ഒക്കെ നോക്കി കാണുന്ന ആ വസ്തുക്കൾ തൻ്റേതാകണം എന്ന ആഗ്രഹത്തെ മോദം എന്ന് പറയുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടത് സ്വന്തമായി കഴിഞ്ഞാൽ അതിനെ അനുഭവിക്കുന്നതാണ് പ്രമോദം. ഇങ്ങനെ ഇവയെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഉള്ള ഭാവമാണ് ആനന്ദം. അപ്പോൾ അങ്ങനെ പ്രിയം, അതായത് ഇഷ്ടം, മോദം, പ്രമോദം, ആനന്ദം, ഇവ എല്ലാത്തിനെയും കൂടി കുറിക്കുന്ന ഒരു പദമാണ് സൗഖ്യം എന്നത്. അങ്ങനെ എല്ലാ സൗഖ്യങ്ങളും നൽകുന്നവളാണ് അമ്മ എന്നർത്ഥം. ഇപ്രകാരം വിവരിച്ചിട്ടുള്ള ഈ സൗഖ്യമൊക്കെ ഇന്ദ്രിയ വിഷയമായിട്ടുള്ള സുഖമാണ്. ഇത് മാത്രമല്ല സുഖം, ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള സുഖമാണ്. ഏത് ഇന്ദ്രിയം വഴിയാണോ നമുക്ക് സുഖാനുഭവം ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാകുന്നതോടുകൂടി ആ സുഖാനുഭൂതിയും ഇല്ലാതാവും. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാഴ്ച കൊണ്ടുള്ള സുഖം നമുക്ക് ലഭ്യമാകുന്നില്ല. അതാണ് അതിനൊരു ഉദാഹരണം. ശരീരബന്ധം ഇല്ലാത്ത സുഖം ബുദ്ധിയുടെയും ചിത്തത്തിൻ്റെയും പ്രവർത്തനം മൂലം ഉണ്ടാകാം. ഒരു ഗവേഷകന് തൻ്റെ അന്വേഷണങ്ങൾ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം, ഒരു യോദ്ധാവിനെ ശത്രുക്കളെ തോൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹർഷം, ഇവയൊക്കെ താൽക്കാലികമാണ്. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണജയ എന്ന് ഭാഗവത കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന സുഖാനുഭൂതിക്ക് അപ്പുറത്തും ഒരു സുഖമുണ്ട്. ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ അടങ്ങി വികാരങ്ങളൊന്നും ഇല്ലാതെ ശാന്ത മനസ്സാകുന്ന ഒരു അവസ്ഥ. പ്രപഞ്ചത്തിനതീതമായിട്ടുള്ള ആദിപരാശക്തിയായിട്ടുള്ള അമ്മയിൽ മനസ്സ് ചെന്നെത്തുന്ന ആ അവസ്ഥ, അത് സാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയിലും ആ ഒരു സൗഖ്യം, ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ സൗഖ്യം അനുഭൂതമാകുന്നുണ്ട്. ആ അവസ്ഥയെ പരമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നു. അമ്മയെ സ്മരിക്കുകയും ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള എല്ലാ സുഖങ്ങളും ബുദ്ധിമുട്ട് കൂടാതെ ലഭിക്കുന്നു. എല്ലാത്തിനും എല്ലാവർക്കും അർഹിക്കുന്ന സുഖാനുഭൂതി നൽകുന്നവളായതുകൊണ്ട് സർവസൗഖ്യദാത്രി എന്ന് നാമം. ഓം സർവസൗഖ്യദാത്ര്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവവിമോഹിനി എന്നത്. 134 ലളിതാ ത്രിശതിയിലെ മന്ത്രം. എല്ലാത്തിനെയും മോഹിപ്പിക്കുന്നവൾ, മായാരൂപത്തിൽ വർത്തിക്കുന്ന അമ്മയുടെ ആവരണശക്തി വിധേയമാകാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ആ ആദിപരാശക്തിയായിട്ടുള്ള അമ്മയുടെ ശക്തിക്ക് വിധേയമാകാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും ഇല്ല. എല്ലാം അറിയുന്ന ജ്ഞാനികളും ഈ മായാശക്തിക്ക് വഴിപ്പെട്ടു പോവുകയും ചെയ്യും. ജ്ഞാനിനാം അഭിചേതാംസി ദേവി ഭഗവതീഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു. മമതയാകുന്ന ചുഴിയുള്ള മോഹഗർത്തത്തിൽ വീഴ്ത്തി ജനന മരണങ്ങളുടെ ആവർത്തനത്തിൽ പെടുത്തുന്ന മോഹിനി ശക്തി തന്നെയാണ് ജീവിയെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും. ജഗത്തിനാധാരവും ശാശ്വതവും നിർവികാരവുമായിട്ടുള്ള പരമാത്മ ചൈതന്യം തന്നെയാണ് ശ്രീ ലളിതാംബിക പരമേശ്വരി. ആ പരാശക്തിയായിട്ടുള്ള അമ്മ തന്നെയാണ് മഹാമായ രൂപത്തിൽ കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം എന്നീ രൂപങ്ങളിൽ ജീവികളെ മോഹിപ്പിച്ച് പ്രപഞ്ച പ്രവർത്തനം നടത്തുന്നതും. മായാശക്തിയിൽ നിന്ന് ബ്രഹ്മാദികൾക്ക് പോലും തരല്ല. അതുകൊണ്ട് സർവവിമോഹിനി എന്ന് നാമം നൽകിയിരിക്കുന്നു. ഓം സർവവിമോഹിന്യൈ നമഃ. അടുത്ത 135 നാമമാണ് സർവാധാര. എല്ലാത്തിനും ആധാരമായിട്ടുള്ളവൾ. ആധാരാധായ ബന്ധം ഇല്ലാത്തതായിട്ട് ഒന്നും പ്രപഞ്ചത്തിലില്ല. വസ്തുക്കളെയും ആശയങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നിന് മറ്റൊന്ന് അടിസ്ഥാനമായി വരുന്നത് കാണാം. ആധാരമായതിന്, അതായത് അടിസ്ഥാനമായതിന് വേറൊന്ന് അടിസ്ഥാനമായിട്ട് കണ്ടെത്താമെന്നർത്ഥം.
ഈ അന്വേഷണം തുടർന്നു പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള ഒരു ശക്തിയിൽ ചെന്നെത്തുകയും ചെയ്യും. ആ ശക്തിയെ മറ്റെല്ലാത്തിനും ആധാരമായതുകൊണ്ട് പരാശക്തി എന്ന് വിളിക്കുന്നു. പരാശക്തിക്ക് അടിസ്ഥാനമായിട്ട് വേറൊരു ശക്തി ഇല്ലതാനും. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ നിരാധാര എന്ന് അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ സ്തുതിക്കുന്നത്. ഓം സർവാധാരായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവഗത. ലളിതാ ത്രിശതിയിലെ 136 നാമമന്ത്ര പുഷ്പം. എല്ലാത്തിനെയും പ്രാപിച്ചിരിക്കുന്നവൾ, സർവാന്തര്യാമിനി എന്നാണ് സർവഗത എന്ന വാക്കിൻ്റെ അർത്ഥം വരിക. ചരവും അചരവും, ചലിക്കുന്നതും ചലിക്കാത്തതും, ജീവനുള്ളതും ജഡവുമായിട്ട് പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ അമ്മയുടെ ചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളാകുന്നു. വസ്തുക്കളെ വേർതിരിക്കുന്ന രൂപം, രസം, ഗന്ധം എന്നിങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും അമ്മയുടെ സ്വരൂപം തന്നെയാണ്. പ്രപഞ്ചത്തിൽ വസ്തുക്കളായിട്ടും അവയുടെ ഗുണചര്യാദികളായിട്ടുമൊക്കെ വർത്തിക്കുന്നവൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. വേദങ്ങളും യജ്ഞങ്ങളും സ്വർഗവുമെല്ലാം അമ്മ തന്നെയാണ് എന്നും സ്ഥാവര ജംഗമ രൂപമായിട്ടുള്ള ഈ ജഗത്താകെ അമ്മയാൽ വ്യാപ്തമായിരിക്കുന്നുവെന്നും അന്നങ്ങളായിട്ടും പാനങ്ങളായിട്ടും വർത്തിക്കുന്നതും അമ്മ തന്നെയാണെന്നും വിവിധ ശരീരങ്ങളും നാമങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിലും വൃക്ഷങ്ങളിലും വായുവിലും വ്യോമത്തിലും ജലത്തിലും അഗ്നിയിലും വ്യാപിച്ചിരിക്കുന്നത് സർവകയായിട്ടുള്ള ലളിതാ പരമേശ്വരിയാണ് എന്ന്, അമ്മയാണ് എന്ന് ദേവീപുരാണത്തിലും പറയുന്നു. സർവഗ സർവമയി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകളും പറയുന്നുണ്ട്. ഓം സർവഗദായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവാവഗുണവർദ്ധിത. 137 ലളിതാ ത്രിശതിയിലെ നാമമന്ത്രം. എല്ലാ അവഗുണങ്ങളും വർജിച്ചവൾ, അവഗുണങ്ങൾ ഇല്ലാത്തവൾ. അവ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം താഴ്ന്നത് അല്ലെങ്കിൽ മോശപ്പെട്ടത് എന്നാണ് അർത്ഥം വരിക. സത്വരജസ്തമോ ഗുണങ്ങളെയാണ് ഇവിടെ അവഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അമ്മ ഗുണങ്ങൾക്ക് അതീതയുമാണ്. ആത്മാവിനെ ശരീരമായിട്ടും അതുവഴി വിഷയഭോഗങ്ങളുമായിട്ടും ബന്ധിക്കുന്നത് ത്രിഗുണങ്ങളാണ്. ഈ വിഷയം വിശദമായിട്ട് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ്. ഭഗവത്ഗീതയിലെ 14 അധ്യായം 5 ശ്ലോകം മുതൽ 9 ശ്ലോകം വരെയാണ് ഈ ആശയം വരുന്നത്. മഹാബാഹുവായ അർജുന, സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അവ അവ്യയനായ ആത്മാവിനെ ദേഹത്തിൽ ബന്ധിച്ചിട്ടുണ്ട്. ദേഹാഭിമാനിയായിത്തീരുന്ന ജീവൻ അവ്യയമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് എങ്കിലും ബദ്ധനാണ് എന്ന് തന്നെ ധരിക്കുന്നു. ത്രിഗുണങ്ങളിൽ സത്വം നിർമ്മലത്വം കൊണ്ട് പ്രകാശകവും ദുഃഖസംബന്ധം ഇല്ലാത്തതൊക്കെയാണ്. എന്നാലും അത് സുഖത്തിലും ജ്ഞാനത്തിലും സംഘമുണ്ടാക്കിക്കൊണ്ട് ആത്മാവിനെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. രജസ് രാഗാത്മകമാണ് എന്ന് നീ അറിയണം. തൃഷ്ണയ്ക്കും സംഘത്തിനും അത് കാരണമാകുന്നു. കിട്ടാത്തത് കിട്ടാനും കിട്ടിയിട്ടുള്ളത് കൈവിട്ടു പോകാതിരിക്കാനും ഉള്ള വിഷയങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അത് ആത്മാവിനെ കർമാസക്തനായിട്ട് കർമ്മത്തോട് അമിതമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്ന തമോ ഗുണമോ സർവ്വദേഹികളെയും മോഹിപ്പിക്കും. അതായത് എല്ലാ ആത്മാവിനെയും മോഹിപ്പിക്കുന്നതാണ്. അത് പ്രമാദം, ആലസ്യം, നിദ്ര എന്നിവയാൽ ദേഹിയെ, ആത്മാവിനെ ബന്ധിക്കുന്നു. സത്വഗുണം ജീവികളെ സുഖാസക്തരാക്കുകയും ചെയ്യുന്നു. രജോഗുണം കർമാസക്തരാക്കുകയും ചെയ്യുന്നു. തമോ ഗുണമോ വിവേകത്തെ മറച്ച് മുൻപറഞ്ഞ പ്രമാദവുമായിട്ട് യോജിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഭഗവാൻ വിവരിക്കുന്ന ഈ 3 ഗുണങ്ങളും ശരീരത്തെ ആത്മാവുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് അവഗുണങ്ങൾ എന്ന് പറഞ്ഞു. അവ ഇല്ലാത്തവൾ ആരാണോ അതാണ് അമ്മ. സൂര്യൻ്റെ രശ്മികൾ ഭൂമണ്ഡലത്തിലാകെ പരത്തുന്നുവെങ്കിലും ഭൂമിയിലുള്ള ഒന്നും തന്നെ സൂര്യദേവനെ ബാധിക്കുന്നതേയില്ല. അതുപോലെ അമ്മയിൽ നിന്നും ഉണ്ടാകുന്ന ഗുണങ്ങൾ അമ്മയെ ബാധിക്കുന്നില്ല എന്നർത്ഥം. ലളിതാംബികാദേവി ഗുണനിധിയും എന്നാൽ
ഗുണത്തിന് അതീതയുമാണ് എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുകയും ചെയ്യുന്നു. ഓം സർവാവഗുണവർജിതായൈ നമഃ. അടുത്ത നാമമന്ത്രം നോക്കാം. സർവാരുണ 138 ത്രിശതി നാമമന്ത്രം. എല്ലാം അരുണവർണ്ണമായിട്ടുള്ളവൾ, വസ്ത്രം, ആഭരണം, ശരീരം എന്നിങ്ങനെ സർവവും അരുണവർണ്ണമായിട്ടുള്ളവൾ എന്നർത്ഥം. ദേവിയുടെ ധ്യാന ശ്ലോകങ്ങളിൽ മിക്കതിലും അരുണവർണ്ണത്തിനാണ് പ്രാധാന്യം, അതായത് ചുവപ്പ് വർണ്ണത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. സിന്ദൂരാരുണ വിഗ്രഹാം, അരുണാം കരുണാതരംഗിതാക്ഷീം എന്നീ ധ്യാന ശ്ലോകങ്ങൾ ഉദാഹരണമാണ്. അരുണവർണ്ണയായിട്ട് അമ്മയെ ധ്യാനിക്കുന്നവർക്ക് എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കുന്നതാണ്. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല അരുണാരുണ കൗസുംഭ വസ്ത്രപാസ്വത്കടീതടി ആരക്തവർണ്ണ സർവാരുണ തുടങ്ങി അനേകം നാമങ്ങൾ കൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയുടെ അരുണവർണ്ണത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ഓം സർവാരുണായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് 139. സർവമാതാ, എല്ലാത്തിനും മാതാവായിട്ടുള്ളവൾ. ചരാചരാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചം അമ്മയിൽ നിന്ന് ഉണ്ടായി. മാതൃവാത്സല്യത്തോടുകൂടി അമ്മ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടാൻ സന്താനങ്ങൾക്ക് എപ്പോഴും അവകാശവുമുണ്ട്. അമ്മ അത് ആഗ്രഹിക്കുന്നുമുണ്ട്. മാതൃഭാവത്തിൽ ആർക്കും അമ്മയെ ആരാധിക്കാം. മന്ത്രതന്ത്രാദികൾ കൊണ്ട് ആരാധ്യയാണ് അമ്മയെങ്കിലും അമ്മയുടെ കുഞ്ഞാണ് എന്ന ബോധത്തോടുകൂടി അമ്മയെ സമീപിക്കുന്ന ഭക്തനെ അമ്മ സദാ സംരക്ഷിക്കും എന്ന് ഈ നാമം നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് അമ്മ എനിക്ക് ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുള്ള ആ സ്വപ്ന ദർശനം സാധ്യമാക്കി തീർത്തത് എന്ന് ഞാൻ കരുതുന്നു. എല്ലാത്തിനെയും ആനം ചെയ്യുന്നവൾ, അളക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ജീവികളുടെ പുണ്യപാപങ്ങൾ അളന്നറിഞ്ഞ് കർമ്മഫലങ്ങൾ നൽകുന്നവൾ എന്നും വിധാത്രി പ്രപഞ്ചത്തിലെ സർവ്വവ്യാപാരങ്ങളും അമ്മ അറിയുന്നുവെന്നും ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും അളന്ന എന്നതുപോലെ തിട്ടപ്പെടുത്തി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നും ഈ നാമം ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാത്തിലും അനുമാനിച്ച് അറിയപ്പെടാവുന്നവൾ എന്ന് ഈ നാമത്തിന് മറ്റൊരു തരത്തിലും വ്യാഖ്യാനം കാണുന്നു. പ്രതിബോധവിദിതം എന്ന് കേനോപനിഷത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബോധം തോറും അറിയപ്പെട്ടത്. ഓരോ വസ്തുവും ജീവിയും പ്രതിഭാസവും ബ്രഹ്മജ്ഞാനത്തിലേക്കാണ് നയിക്കുന്നത്. ഏതിനെക്കുറിച്ച് പഠിച്ചാലും ആ അറിവ് ആത്യന്തികമായിട്ട് ബ്രഹ്മജ്ഞാനത്തിലാണ് എത്തിക്കുക. പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ലളിതാംബിക പരമേശ്വരിയെ സാക്ഷാത്കരിക്കാൻ അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള ഏതിനെയും ഉപാധിയായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ദേവി ചൈതന്യം തന്നെയാണ് പ്രപഞ്ചമായിട്ട് പ്രതിഭാസിക്കുന്നത്. ഏതുകൊണ്ടും അനുമാനിക്കപ്പെടാവുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ അർത്ഥം വരുന്നു. നൂലുകൊണ്ട് വസ്ത്രത്തിൻ്റെ ഗുണം നിർണ്ണയിക്കാവുന്നതാണ്. ആ വസ്ത്രത്തെ മൊത്തമായിട്ട് പരിശോധിച്ചാൽ നൂലിൻ്റെ ഗുണവും അറിയാവുന്നതാണ്. നൂലും വസ്ത്രവും ഒരർത്ഥത്തിൽ അഭിന്നമാണ്. അതുപോലെ ഏത് ഉപാധി കൊണ്ടും അമ്മയെ അനുമാനിച്ച് അറിയാവുന്നതാണ്. ഓം സർവമാത്രേ നമഃ. അടുത്ത നാമമന്ത്രമാണ് സർവഭൂഷണഭൂഷിത എന്നത്. പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ 7ാമത്തെ അക്ഷരമായിട്ടുള്ള സായിൽ തുടങ്ങുന്ന നാമങ്ങളിൽ അവസാനത്തേതാണ് ഇത്. സർവഭൂഷണഭൂഷിത, എല്ലാ ഭൂഷണങ്ങളും കൊണ്ട് ഭൂഷിതയായിട്ടുള്ളവൾ. ചൂടാമണി മുതൽ പാദത്തിലുള്ള അങ്കുലീയം വരെ, പാദാങ്കുലീയം വരെയുള്ള എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ടുള്ളവൾ എന്ന് സാമാന്യമായിട്ട് അർത്ഥം പറയാം. ഭക്തന്മാർ ദേവിക്ക് ഉപഹാരമായിട്ട് അർപ്പിക്കുന്നതൊക്കെ അമ്മ ആഭരണമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അനേക കാലങ്ങളിൽ അനേക ദേശങ്ങളിൽ ഭക്തന്മാർ സ്തോത്രമന്ത്രാദികൾ കൊണ്ടും പുരാണേതിഹാസ ചർച്ചകൾ കൊണ്ടും വിവിധ തരം കലകൾ കൊണ്ടും ക്ഷേത്രപ്രാസാദങ്ങൾ കൊണ്ടുമെല്ലാം അമ്മയെ അർച്ചിച്ചിട്ടുണ്ട്. ആ പ്രക്രിയ ഇനിയും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതൊക്കെ അമ്മയ്ക്ക് ഭൂഷണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അമ്മ സർവാത്മികയായതുകൊണ്ട് എല്ലാവരും അണിയുന്ന ആഭരണങ്ങൾ അമ്മയുടെ ശരീരത്തെ തന്നെയാണ് അലങ്കരിക്കുന്നത് എന്നും വ്യാഖ്യാനിക്കാവുന്നതാണ്. പ്രപഞ്ചത്തിൽ ചലിക്കുന്നതും ചലിക്കാത്തതും സ്വാഭാവികവും
നിർമ്മിതവുമായിട്ടുള്ളതൊക്കെ തന്നെ അമ്മയുടെ വിശ്വവ്യാപ്തമായിട്ടുള്ള ശരീരത്തിൻ്റെ ആഭരണങ്ങളാണ്. അതുകൊണ്ട് അമ്മ സർവഭൂഷണഭൂഷിതയാണ് എന്നും വ്യാഖ്യാനം വരുന്നുണ്ട്. വേദവാക്യങ്ങൾ, ഉപനിഷത്ത് സൂക്തങ്ങൾ, ഉപനിഷത്തുകളിലുള്ള മഹാവാക്യങ്ങൾ, വിവിധതരം ദർശനങ്ങൾ, മന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, ഉപാസനാ രീതികളെല്ലാം തന്നെ ഭൂഷണങ്ങളായി മാറുന്നു അമ്മയ്ക്ക്. ആ ഭൂഷണങ്ങളാൽ ഭൂഷിതയാണ് ദേവി എന്നും പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. ഓം സർവഭൂഷണഭൂഷിതായൈ നമഃ. സ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന എല്ലാ മന്ത്രങ്ങളും സമാപിച്ചു. 8ാമത്തെ അക്ഷരമായിട്ടുള്ള ക എന്ന വർണ്ണത്തിൽ ആരംഭിക്കുന്ന 20 നാമങ്ങൾ മറ്റൊരധ്യായത്തിൽ അവതരിപ്പിക്കാം. ഈ നാമമന്ത്രങ്ങളിൽ ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്ത് ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധ്യമാകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം മാതാവ് കൊച്ചു കുഞ്ഞുങ്ങളെ എപ്രകാരമാണോ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നത്, അതുപോലെ ഈ മന്ത്രജപം നമ്മളെ അമ്മയുടെ പൊന്നോമനകളാക്കി മാറ്റി സുരക്ഷ നൽകുന്നതിന് അത്യുത്തമങ്ങളാണ്. അതുകൊണ്ട് ഈ നാമങ്ങൾ ഇഷ്ടമുള്ള സമയത്തൊക്കെ തന്നെ ജപിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അമ്മ നമ്മുടെ സമീപത്ത് വരിക തന്നെ ചെയ്യും. ജഗദീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.